ദേവസുത സന്തതികളെ, വിശുദ്ധരെ, ദേവപുരവാസികളോടെന്നു ചേർന്നിടും. ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം, ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്, മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 25-ാമത്തെ വാക്യം, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ എന്നുള്ള അനുഗ്രഹിത വചനമാണ്. വിവാഹിതരായ ഏതൊരു പുരുഷനും ആഴമായി അറിയേണ്ടതും ഓർത്തിരിക്കേണ്ടതുമായ കാര്യം, ഭാര്യമാരെ സ്നേഹിപ്പാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതായ വാക്കുകളാണ്. ഒരു പുരുഷന്റെ ഒരു ഭർത്താവിനോടുള്ളതായ ആഴമായ പ്രസ്താവനകൾ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ വാക്കുകൾക്കകത്തൊക്കെ പുരുഷന്മാരുടെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ കടപ്പാടുകൾ വ്യക്തമാക്കുന്ന വചനങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ സ്ത്രീയും പുരുഷനുമായുള്ള ബന്ധത്തിൽ ഓർമ്മപ്പെടുത്തുമ്പോൾ ഒരു സ്ത്രീയുടെ ശിരസ് തല പുരുഷനാകുന്നു എന്നുള്ളതായ പദമാണ്. അങ്ങനെയാണെങ്കിൽ ഭാര്യയും ഭർത്താവിനെയും സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്നത് ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളായി തീരുകയാണ്. ഉടമ്പടിയിലൂടെ നിങ്ങൾ ഒന്നായി ചേരുമ്പോൾ സംഭവിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. ഏതൊരു ശിരസ്സും തൻ്റെ ശരീരത്തെ സ്നേഹിക്കുകയും ശരീരത്തിന് ആവശ്യമുള്ള ഘടകങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നത് പോലെ പുരുഷന്മാർ തങ്ങളുടെ ഭാര്യമാർക്ക് ഈ ലോകത്ത് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കുവാൻ കടപ്പെട്ടവരായിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നെ ഓർപ്പിച്ചുണർത്തുന്ന ഒരു പദപ്രയോഗമാണ്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു എന്നുള്ളതാണ്. ക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത്? തൻ്റെ ജീവൻ നൽകി സ്നേഹിച്ച സ്നേഹമാണ്. സഭയെ വീണ്ടെടുക്കേണ്ടതിന് യേശു കർത്താവ് സ്വയം തന്നെ തന്നെ സമർപ്പിപ്പാനും തൻ്റെ ജീവൻ മറുവിലയായി കൊടുക്കുവാനും മനസ്സ് കാണിച്ച സ്നേഹമാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ച സ്നേഹമെന്ന് പറയുന്നത്. ആ കാര്യമാണ് 25-ാം വാക്യത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ 28, 32 വാക്യങ്ങൾ പറയുന്നത് സ്വന്തം ശരീരങ്ങളെപ്പോലെ ഭാര്യമാരെ സ്നേഹിക്കുന്നവരായി നിങ്ങൾ തീരണം എന്ന പദമാണ്. നമ്മുടെ ശരീരത്തിന് വേദന വരുമ്പോൾ, നമ്മുടെ ശരീരത്തിന് രോഗം വരുമ്പോൾ, നമ്മുടെ ശരീരത്തിന് ആവശ്യങ്ങൾ വരുമ്പോൾ അതിനെ നാം എങ്ങനെ നോക്കിക്കാണുന്നുവോ, അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നുവോ, അതേ തലത്തിൽ നാം നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കുന്നുവെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രമാണപ്രകാരം അതായിത്തീരുന്നുള്ളൂ എന്ന പദമാണ്. 32-ാം വാക്യം പറയുന്നത്, ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തു സഭയെ എത്രമാത്രം ആഴമായി സ്നേഹിച്ചുവോ അത്രമാത്രം ആഴമായി ഭർത്താവ് തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം എന്നുള്ളതായ പ്രമാണമാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യം, പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യമൊക്കെ ഈ പദങ്ങളുണ്ട്. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും അവരുടെ ഭാര്യമാരെ ആത്മാർത്ഥതയോടെ സ്നേഹിപ്പാനും ആ നിലകളിൽ മുന്നേറുവാനും സർവശക്തിയുള്ള ദൈവം സഹായിക്കട്ടെ. അതിനായി നമുക്കൊരുങ്ങാം. അതിന് ദൈവം നമ്മെ ശക്തരാക്കട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന്, ഞങ്ങളുടെ കുടുംബജീവിതം സന്തോഷപൂർണ്ണമാകേണ്ടതിന്
പരസ്പരം സ്നേഹിക്കുന്നവരും കരുതുന്നവരുമായി തീരുവാൻ, ആ തലത്തിൽ സ്വർഗീയമായ സന്തോഷത്തിൻ്റെ അനുഭവമുള്ളൊരു കുടുംബജീവിതമായി ഞങ്ങളുടെ കുടുംബജീവിതങ്ങൾ തീരുവാനിടയാക്കണം. നന്മ കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.